ചതി എന്ന് പറഞ്ഞത് കർമ്മത്തെ പറ്റിയിട്ട് നമുക്ക് പറഞ്ഞു തരുന്നിടത്തുകൊണ്ട് ചില ചതികൾ. പാര പാര എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് എനർജിയാണ്. ഈ നെഗറ്റീവ് എനർജിയിൽ ചില ചതിവുകൾ വരുന്നുണ്ട്. അതിൽ ഒന്നിപ്പോ ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മമാര് 9 മാസം ചുമന്ന് പ്രസവിച്ച് 9 മാസം കഴിഞ്ഞ് പാലൂട്ടി വളർത്തി അങ്ങനെ ഇങ്ങനെ. ഇത് വലിയൊരു ചതിയാ. ഒരു കുട്ടിയുടെ ഒരു എനർജിയെ നശിപ്പിക്കുന്ന ഒരു ചതിയാണ്. ഇംഗ്ലീഷുകാർ പറയില്ല, നമ്മുടെ കേരളത്തിലുള്ള ആളുകളാണ് ഇത് പറഞ്ഞ് നശിപ്പിക്കുന്നത്. ഇംഗ്ലീഷുകാർക്ക് അറിയാം, അവരും അമ്മമാരാണെങ്കിൽ അവർക്ക് അറിയാം അതെങ്ങനെയാ കുട്ടി ഉണ്ടായിട്ടുള്ളത്. അതിന്റെ സയൻസ് എന്താന്ന് അവർക്കറിയാം. 6 വയസ്സ് 6 മാസം ആകുമ്പോ തന്നെ അവർക്ക് അവരുടെ ഫുൾ ടെക്നോളജി ഉള്ളതുകൊണ്ട് കുട്ടി ഇങ്ങോട്ട് വരും, ഇങ്ങനെയല്ലേ ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷെ മലയാളിക്ക് പറയില്ല. മലയാളിക്ക് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലുമാണ് ബയോളജിയിൽ യഥാർത്ഥത്തിൽ കുഞ്ഞുണ്ടാവുന്നത് എങ്ങനെയാണെന്ന്, ആർത്തവ ചക്രം, അതുപോലെ മറ്റ് കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ, ഭ്രൂണം, കുഞ്ഞ്, ജനന മരണം, ഇതിനെ പറ്റിയൊക്കെ പഠിപ്പിക്കുന്ന 6ാം ക്ലാസ് 7ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും. അപ്പോഴേക്കും ഈ അമ്മമാരും അച്ഛന്മാരും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ ചതിച്ചു കഴിഞ്ഞു. നല്ലൊരു ശതമാനം ചതിച്ചു കഴിഞ്ഞു. ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പല സ്ഥലങ്ങളിലും അവിടെ പോയിട്ടുണ്ട്. നല്ലൊരു ശതമാനം മാതാപിതാക്കൾ അവർ ചതിച്ചു കഴിഞ്ഞു. മാതാപിതാ ഗുരു ദൈവം. ദൈവം എന്ന് പറഞ്ഞത് അമ്മയാണ്, അച്ഛനാണ്, ഗുരുവാണ് എന്നൊക്കെ പറഞ്ഞ് ചതിച്ചു കഴിഞ്ഞു. ഏറ്റവും വലിയ ചതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് വരുന്നു. പിന്നെ ഈ ചതിന്റെ ഒക്കെ ഇടയിലാണ് നമ്മൾ പല പല സ്ഥലങ്ങളിലും മാതാമൃതമായിട്ട് എടുത്താണെങ്കിലും സായിബാബയുടെ അടുത്താണെങ്കിലും ബ്രഹ്മകുമാരീസിലാണെങ്കിലും എവിടെയാണെങ്കിലും പോകുന്നത് ഇതിന്റെ ഇതിലാണ്. ഏതാണ് മാതാവ്, ഏതാണ് പിതാവ്? നമുക്ക് ജന്മം നൽകിയ മാതാവ് എങ്ങനെ പെട്ടെന്ന് ദൈവമാണ്? 10ാം ക്ലാസ് തോറ്റ, അല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ പോലും വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു സ്ത്രീ ഒരു പുരുഷന്റെ വികാരത്തിന് ഫലമായിട്ട് ഒരു കുഞ്ഞ് ജനിക്കുന്നു. അപ്പൊ എങ്ങനെ ഒരു ദൈവമാവും? ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പുരുഷൻ ഈ വികാരത്തിന് വശംവദയാക്കിയിട്ട് ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി അച്ഛനായി. ഈ അച്ഛൻ എങ്ങനെ ദൈവമാവും? ഇന്ന് ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ചില ആളുകൾ പൈസ കൊടുത്തിട്ട് കയറിയിട്ട് നല്ല അധ്യാപകന്മാരായിട്ടുണ്ടാവും. അവരെങ്ങനെ ദൈവമാവും? ചതി, ഇവിടത്തെ ഏറ്റവും വലിയ ചതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നുള്ള ഈ ഒരു വാക്കിനെ വളച്ചൊടിച്ചിട്ടുണ്ട്. അത് ഇനിയിപ്പോ നമ്മള് ഒരു 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോൾ മാതാമൃതാനന്ദമയുടെ അടുത്ത് പോയാലും സായിബാബയുടെ അടുത്ത് പോയാലും അവരൊക്കെ പറയുന്ന സംഭവമാണ് അച്ഛൻ, അമ്മ, ഗുരുക്കന്മാര്. അതാണ് ഏറ്റവും പ്രധാനം. സത്യമാണ്, അവരുടെ കുറെ കാര്യങ്ങൾ നമ്മൾ എടുക്കണ്ടെന്നല്ല. പക്ഷെ വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില സാധനങ്ങൾ കട്ട് ചെയ്താലേ കയറാൻ പറ്റൂ. വളർച്ചയ്ക്ക് തടസ്സമായി നിൽക്കുന്ന ചില സാധനങ്ങൾ, അത് അമ്മയിൽ നിന്നാവാം, അച്ഛനിൽ നിന്നാവാം, കുടുംബത്തിൽ നിന്നാവാം, ആരിൽ നിന്നാവാം. അതെന്താണെന്ന് മനസ്സിലാക്കി അതിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നല്ലൊരു വൃക്ഷത്തിന് വളരാൻ കഴിയുള്ളൂ. നല്ലൊരു വൃക്ഷം മീൻസ് അറിവ് വർദ്ധിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് അവൻ അടിച്ചു കയറി ലോകത്തിലെ ഏറ്റവും നല്ല എന്ത് കർമ്മമാണോ അവന് ചെയ്യാനുള്ളത് അത് ചെയ്യണമെങ്കിൽ അവൻ അത് ചെയ്താലേ പറ്റൂ. ചില വ്യക്തികളുണ്ട് ചെറുപ്പത്തിൽ തന്നെ നേരെ വിദേശത്തേക്ക് വിടും. അമ്മ അച്ഛൻ അവരുടെ അടുത്ത് കിട്ടിയ കുറച്ച് ഇതും ചിലർ നാട് വിടും, അമ്മേനോടും അച്ഛനോടും പറയാതെ നാട് വിടും. എന്നിട്ട് കോടീശ്വരന്മാരായിട്ടൊക്കെ തിരിച്ചു വരും. പിന്നെ അമ്മേനെ അച്ഛനും ശുശ്രൂഷിക്കുന്നത്. പിന്നത്തെ അവരുടെ പണി എന്ന് പറഞ്ഞ അവസാനം, കാരണം അപ്പോഴേക്കും പോയി വരുമ്പോഴേക്കും അവരുടെ ബാക്കിയുള്ള മക്കള് ഈ അച്ഛനും അമ്മേനെയും ഒരു വിധത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും, പല വിധത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാവും. പിന്നെ അവർ പറയും ഞാൻ നോക്കിക്കോളാം.
അങ്ങനെ പോണവരെന്ന് പറഞ്ഞാല് കുറെ സഹോദരങ്ങളും മറ്റവരും ഉള്ളവരാണ് കുറെ അധികം ആൾക്കാരും പോവുക. അപ്പൊ അവര് പോയി കഴിഞ്ഞാല് ഈ അച്ഛനമ്മയ്ക്കും വലിയ പ്രയാസം വരില്ല. കാരണം ഒന്നല്ല പോയിട്ടുള്ളൂ, ബാക്കി 5 6 ഇവിടെ ഉണ്ടല്ലോ. ഒരു 6 അങ്ങനെ നോക്കിയിട്ടുണ്ടാവും, ഭക്ഷണം കൊടുത്തിട്ടുണ്ടാവും, നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ടാവും, ഒക്കെ ചെയ്തിട്ടുണ്ടാവും. ഈ ഒരു മക്കളൊക്കെ ഉള്ളവര്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി ഒക്കെ ഉള്ള ചില അച്ഛനമ്മമാരുടെ മക്കൾ ഭയങ്കര പ്രയാസം കേറാൻ. ഇവരുടെ ഈ ചതിന്ന് കയറാൻ ഭയങ്കര പ്രയാസം ഞാൻ അനുഭവിക്കുന്നുണ്ട്. കാരണം ഞാൻ ഒന്നേ ഉള്ളൂ, പിന്നെ ഒരു പെങ്ങള് പോയതുകൊണ്ട് അച്ഛനില്ല. പക്ഷെ ഈ അമ്മ എന്ന് പറഞ്ഞാല് ഭയങ്കര കടുത്ത പിടിവള്ളിയാണ്, ഭയങ്കര പിടിവള്ളി. നമുക്ക് എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു ചിന്ത, നല്ലതായാലും ചീത്തതായാലും, അത് തീരാതെ, അവരുടെ ചിന്തയിൽ എന്താണോ അത് തീരാതെ ജയിക്കാൻ പറ്റില്ല. ഞാനാണെങ്കിൽ ഇറങ്ങി തിരിച്ചതാണ്, എന്നോ ഇറങ്ങി തിരിച്ചതാണ്. വിശ്വസേവനം, ബ്രഹ്മകുമാരി സേവനം എന്നായിരുന്നു അന്ന്. പക്ഷെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് അതൊരു വിശ്വസേവനം മാത്രം. അതിനുവേണ്ടി എന്നോ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറെ പ്രയാസങ്ങളുണ്ട്. ഇത് തീരണം, ഇത് തീർന്നാലേ അത് ചെയ്യാൻ പറ്റും. അതിന്റെ പിന്നിലുള്ള ചതി എന്ന് പറഞ്ഞാൽ ഈ വാക്കുകളാണ്: മാത പിത ഗുരു ദൈവം. നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു ഈ മാതാവും പിതാവും ഗുരുക്കന്മാരല്ല, നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ. ഇവരിതിങ്ങനെ പറഞ്ഞ് പേടിപ്പിച്ച് നമ്മുടെ ഒരു എനർജീനെ ഇല്ലാതാക്കി. നമ്മൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് അത് ഇല്ലാതാക്കി. ഇപ്പൊ ഇങ്ങനെ തളർത്തി കിടത്തിയിരിക്കുകയാണ്. പക്ഷെ വളരും. അതിനൊരു സമയമുണ്ട്. എത്രയൊക്കെ തളർത്തി കിടത്തിയാലും ചിലതൊരു സമയത്ത് കഴിഞ്ഞാൽ വളരും. അതിന് അതിൻ്റെതായ രീതിയിലുള്ള സാഹചര്യം, സന്ദർഭം, സമയം ഒക്കെ ലഭിക്കുമ്പോൾ അത് എന്നിലൂടെ വളരാനുള്ളതാണെങ്കിൽ എന്നിലൂടെ വളരും. ഇനി അതല്ല, ഇപ്പൊ ഞാൻ വളർന്നില്ല എന്ന് തന്നെ വയ്ക്കുക, പോട്ടെ. ഇത് കേൾക്കുന്ന ഏതെങ്കിലും ഒരാളുണ്ടാവുമല്ലോ, ഒറ്റക്കുട്ടി നായക്കുള്ള, അവരാണെങ്കിൽ അവര് വളരും. ആരെങ്കിലും ഒരാൾ. മാതാമൃതാനന്ദമയ്ക്കും വിവേകാനന്ദനും സായിബാബയ്ക്കും അതുപോലെ ഈ ഇഷ ഫൗണ്ടേഷന്റെ നമ്മുടെ ഗുരുജിക്കും പിന്നെ നിരവധി ആളുകൾക്ക്, ഇവർക്കൊക്കെ പ്രചോദനമായിക്കൊണ്ട് ഇതിന്റെയൊക്കെ ബാക്കിൽ ഓരോരോ ഗുരുക്കന്മാരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഓരോ കഥകളുണ്ടാവും. അപ്പോ നാളെ മറ്റന്നാളോ ഈ ആത്മീയമായിട്ട് വരുന്ന ഓരോരോ വ്യക്തികൾക്കും അവർക്ക് കുറെ പ്രയാസങ്ങളൊക്കെ, അതായത് നമ്മൾ ജീവിതത്തിൽ നിന്ന് കുറച്ചും കൂടെ നല്ലത് ആത്മീയതയാണെന്ന് മനസ്സിലാക്കിയിട്ട് ചിലപ്പോൾ ഇനിയും ചെറുപ്പത്തിൽ കുറെ ചെറുപ്പക്കാരൊക്കെ ഇനിയും വരാം, എന്നെക്കാളും മോശം അനുഭവം ഉണ്ടായിരുന്നവർ വരാം. അപ്പൊ അവർക്കൊക്കെ ഒരു പ്രചോദനമാവും. എൻ്റെ അനുഭവങ്ങൾ ഞാനിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ, അത് ബേസ് ചെയ്തിട്ട് വരുമ്പോൾ ബ്രഹ്മകുമാരീസിലൂടെ ഉണ്ടായ അനുഭവങ്ങൾ, ഇനി അതല്ല പുറത്തുണ്ടായ അനുഭവങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് എനിക്കൊരു വിജയമൊന്നും ഉണ്ടായില്ല എന്ന് തന്നെ വയ്ക്കും. വേണ്ട, എനിക്കൊരു വിജയമൊന്നും ഉണ്ടായില്ല എന്ന് വയ്ക്കും. കാരണം അത്രയും നെഗറ്റീവ് സങ്കല്പങ്ങൾ അവിടുന്ന് വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അവര് ചെയ്യുന്നുണ്ട്, നന്നായി ചെയ്യുന്നുണ്ട്, അതിന്റെ അനുഭവങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അവരത് മാത്രമല്ല, നമ്മുടെ വീട്ടിൽ നിന്നും ഉണ്ടല്ലോ നിറയെ. അപ്പൊ 2-3 കേസ്, കുടുംബം, കല്യാണം കഴിച്ച വ്യക്തികൾ, അവരും അത്യാവശ്യം വേണ്ട രീതിയിലുള്ള നെഗറ്റീവ് സങ്കല്പങ്ങൾ. നല്ല പവറാണ് ഇത്, രണ്ടിനും പവറാണ്, പോസിറ്റീവിനും നെഗറ്റീവിനും പവറാണ്. അപ്പൊ ഇതങ്ങനെ ചെയ്തുകൊണ്ടിരിക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ചെയ്തുകൊണ്ടിരിക്കുക, ഇതിന്റെ അനുഭവങ്ങൾ ഇങ്ങനെ വരും. എനിക്ക് നന്നായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷെ നമ്മളതിൽ തൃപ്തനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ തീരേണ്ട കണക്കുകൾ വേഗം അങ്ങനെ തീരും. എൻ്റെ നോർമലി ഞാൻ ഒന്നും മിണ്ടാതിരുന്നാൽ എനിക്ക് ഈ കണക്കുകളൊക്കെ തീരുന്നത് ഒരു 4 വർഷം 5 വർഷം എടുത്തിട്ടുള്ളതാണെങ്കിൽ പോലും, ഇത് ഇപ്പൊ ഈ പറഞ്ഞ് സംസാരിച്ച് കേട്ടതും കണ്ടതുമായിട്ട് ഇവരോട് തീരുന്നത് ചിലപ്പോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ചിലപ്പോൾ തീരാനുള്ളത് തീരും. 5000 വർഷത്തെ ഡ്രാമയാണല്ലോ, ഫിക്സഡ് ആണ്. അതിലൊരു സംശയമില്ല. 5000 വർഷം കൂടുമ്പോൾ എല്ലാം കൽപ്പകൽപ്പം അതാത് സംഭവങ്ങൾ, അതാത് വ്യക്തികളിലൂടെ, അതാത് വൈവിധ്യങ്ങളിലൂടെ അതേപോലെ തന്നെ നടക്കുന്നു. ഒരു വ്യത്യാസമില്ല. ഇതിനൊരു വ്യത്യാസമില്ല. അതാണ് ഡ്രാമ.
ഈ ഡ്രാമയിൽ നടക്കുന്ന കുറെ ക്ലാരിഫിക്കേഷൻസ് നൽകാൻ ബ്രഹ്മകുമാരീസിന് കഴിയുന്നില്ല. അവർക്കേ കഴിയുന്നില്ല. അവിടെ തന്നെ മുഴുവൻ പ്രശ്നങ്ങളിലാണ്. അവര് തന്നെ ഒത്തുപോണില്ല. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ബാക്കിയുള്ളവർ കാണുകയുള്ളൊരു അഡ്ജസ്റ്റ്മെന്റ്. അതിൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോൾ അറിയാം. ഞാൻ അവിടെ ഇരുന്ന ആളാണ്, എനിക്കറിയാം. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങളുടെ നൂലാമാലകളാണ്. നൂലാമാലകൾ പറഞ്ഞാൽ മാറാലയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറാല പിടിച്ചു കിടക്കുക. അഭിപ്രായ വ്യത്യാസങ്ങളുടെ മാറാല. ഞാൻ അവിടെ പോയ സമയത്ത് എനിക്ക് ഡ്രൈവിംഗ് സേവനാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ അവിടുത്തെ ഒരു ജഗദംബാവാന്റെ ഒരു സൈഡ് നിറയെ മാറാല. അപ്പൊ ഞാൻ ആദ്യം തന്നെ വന്നപ്പോൾ ഇതൊക്കെ ഒന്ന് തട്ടണമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നാട്ടെ. പിന്നെ ആളുകൾ ക്ലീൻ ചെയ്യലോ ഇതിനൊക്കെ സേവനത്തിന് വന്നു. അപ്പൊ എനിക്കൊരു ദിവസം സേവനം ഇല്ല. അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചു, അവിടെ ഇങ്ങനെ മാറാല? തട്ടിക്കോളൂ. അവർക്ക് അവരുടെ എത്രയോ വർഷങ്ങളായിട്ടോ, ഈ ഒരു 4-5 വർഷത്തെയോ 6 വർഷത്തെയോ മാറാലുണ്ടാവും അവിടെ. ആ ഒരു സൈഡിൽ, ജഗദംബാവാന്റെ ഒരു സൈഡിൽ ഭക്ഷണം കഴിച്ച് ക്ലീൻ ചെയ്യാൻ പോണ ആ ഒരു സൈഡിൽ ഞാനാ തട്ടിയത്. എന്നെ കൊണ്ടാണ് അതിനൊരു പാർട്ട് ഉണ്ടായതെന്ന് പറയാം. അല്ലാതെ ഞാൻ തട്ടി ഞാൻ അതിന്റെ ക്രെഡിറ്റ് എടുക്കല്ല. അത് കഴിഞ്ഞ് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് പിന്നെ ഞാൻ ഭക്ഷണം കഴിച്ചു. അത്രയും മാറാല. ഇതുപോലെയാണ് അവിടുത്തെ എല്ലാവരുടെയും അവസ്ഥ. മാറാല പിടിച്ചു കിടക്കണം. അഭിപ്രായ വ്യത്യാസങ്ങളുടെ മാറാല. ഒരാള് പറയും ജ്ഞാനത്തിന്, എല്ലാവർക്കും കിട്ടിയത് 7 ദിവസത്തെ ജ്ഞാനാണല്ലോ. എല്ലാരും ചെയ്യണത് യോഗമാണ്. ചിലര് 10 വർഷമായി, ചിലര് 20 വർഷമായി, ചിലര് 5 വർഷമായിട്ടുണ്ടാവും, ചിലര് 6 വർഷമായിട്ടുണ്ടാവും, ചിലര് വെറും 2 വർഷമായിട്ടുണ്ടാവും. പക്ഷെ അഭിപ്രായ വ്യത്യാസം ഇത്രയും കൂടുതലുള്ളത്. വലിയൊരു സെന്ററാണ്. നിരവധി ആളുകൾ, പല വിധത്തിലുള്ളവർ. ചിലർ വലിയ വലിയ വിദ്യാഭ്യാസം നേടിയവരുണ്ട്, ചിലർ അത്ര ഇല്ല. വെറും 10ാം ക്ലാസ് പാസ്സായവരുണ്ട്, അതേപോലെ PG കഴിഞ്ഞവരും അവിടെ ഉണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, അതെന്താണെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസം പാലക്കാട് SJB പോയി നിൽക്കൂ. പക്ഷെ അവർ പറയുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത്. അവരെ കണ്ടു നിൽക്കും. അവരെന്താണോ ചെയ്യുന്നത് നോക്കി നിൽക്കും. അപ്പൊ കാണാം അഭിപ്രായ വ്യത്യാസം. അതായത് ഒരു മാലാഖയായിട്ട് അവിടെ പോയിട്ട് അവർ കാണാനും പാടില്ല നമ്മളെ, എന്നാൽ അവരുടെ എല്ലാം നമ്മൾ കാണും വേണം. ആ രീതിയിൽ നിന്നാൽ കാണാം അവിടുത്തെ ഓരോ വ്യക്തികളുടെ അഡ്ജസ്റ്റ്മെന്റ്. അവരൊരു മീറ്റിംഗ് ഉണ്ട് വൈകുന്നേരം. ആ മീറ്റിംഗ് ആകുമ്പോഴേക്കും ബാക്കി എല്ലാവരും പോയിക്കോളണം. റൂമിൽ പോയി കിടന്നുറങ്ങേണ്ടവർ ഉറങ്ങിക്കോളണം. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അവരുടെ മീറ്റിംഗ്. ഭയങ്കര രസമാണ് ആ മീറ്റിംഗ്. ആ മീറ്റിങ്ങിൽ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പരാതി പ്രവാഹങ്ങളാണ്. അങ്ങോട്ട് അത് ഇത് അങ്ങോട്ട്, അപ്പൊ അങ്ങനെ ചെയ്തു, അവ എങ്ങനെ പറഞ്ഞു, ഇത് ഓരോരോ കുട്ടികളെ പറ്റിയിട്ട് അവര് ചെറിയ ചെറിയ അഭിപ്രായങ്ങൾ അവിടെ പ്രായമുള്ളവർ പറയും. അത് അവിടുത്തെ കുട്ടികൾക്ക് കേൾക്കാൻ പറ്റൂല. അങ്ങനെ എങ്ങനെ ജഗ പുകയാണ്. ഇതൊന്നും ലൈവില് വരില്ല. പക്ഷെ ഇതൊക്കെ ലൈവായിട്ട് കാണണമെങ്കിൽ അവിടെ പോയിട്ട് അങ്ങനെ നൈസായിട്ട് ഇരിക്കണം. പ്രത്യേകിച്ച് ഡ്രൈവിംഗ് സേവനമൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് തന്നെ കൂടുതൽ വേറെ സേവനമില്ല. വണ്ടി ഓടിക്കുമ്പോൾ തന്നെ അറിയാം, കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കുന്നതും. മാറാല പിടിച്ച് കിടക്കുകയാണ്, പക്ക മാറാല പിടിച്ച് കിടക്കുകയാണ് ഈ ബ്രഹ്മകുമാരീസിന്റെ പാലക്കാട് SJB സോണിൽ. തട്ടണം, പൊടി തട്ടി ക്ലിയർ ആവാതെ അവരെങ്ങനെ നേരെ സത്യത്തിൽ ത്രേതായുഗത്തിൽ അവസാനമൊക്കെയാണെങ്കിൽ ഓക്കെ, നേരെ കൊണ്ടിടാനോ പോകും. സത്യയുഗത്തിൽ ആദ്യം എങ്ങനെ കൊണ്ടിടും അവര്? നാളെ മറ്റന്നാളും ഇതേ ചോദ്യം വരില്ലേ? പരമാത്മാവ് വന്ന് വീണ്ടും ശരി നാളെ സത്യയുഗം ആരംഭിക്കും. നിങ്ങൾ സനൽഭായി എന്ത് ചെയ്തു? നിങ്ങളുടെ വർഷങ്ങളുടെ തപസ്സിന്റെ ഫലമായി കിട്ടിയ സനൽഭായി എവിടെ? ബാക്കി എല്ലാവരും ഒത്തുകൂടി, 33 കോടി ആത്മാക്കളും കൂടിയിട്ട് പരന്താമത്തിലല്ല സൂക്ഷ്മത്തിൽ ഒത്തുകൂടി. സനൽഭായി എവിടെ? പരമാത്മാവ് ചോദിക്കൂലേ സനൽഭായി എവിടെ? ഗോപാലകൃഷ്ണൻ ഭായി, മീന സിസ്റ്റർ, കവിത സിസ്റ്റർ, എവിടെ സനൽഭായി? ആളിപ്പോ എവിടെ? നിങ്ങളുടെ തപസ്സിന്റെ ഫലമായിട്ടുണ്ടായ വ്യക്തിയല്ലേ സനൽഭായി, ആളെവിടെ? നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ബാബയുടെ ഒരു ഫോട്ടോയുടെ മുമ്പൊന്ന് വീഡിയോ എടുത്ത് പോയ വ്യക്തിയല്ലേ സനൽഭായി, എവിടെ ആള്? ആ ആളെ നിങ്ങൾക്ക് മിത്രമാക്കാൻ കഴിഞ്ഞില്ല, ഇത് ചെയ്തില്ല. നിങ്ങൾ എങ്ങനെയാണ് നാളെ ഞാൻ നിങ്ങൾക്ക് സത്യയോഗം ആരംഭിച്ചു തരിക? എങ്ങനെയാണ് ഞാൻ നന്നായി മഹാവിനാശം നടത്തി തരിക? ബാബ ചോദിക്കും. ബാബ ബുദ്ധിമാനാണ്, അത്യബുദ്ധിമാനാണ്. ബാബക്ക് എല്ലാവരും
ഒന്നിപ്പിക്കുന്ന പരിപാടിയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവര് ഭിന്നിപ്പിക്കണം. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭിന്നിപ്പിക്കല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബ്രഹ്മകുമാരീസിൽ ഇനി വരാൻ പോണില്ലേ, സ്വാമിമാര് വരില്ലേ? എല്ലാം ഇവർക്ക് നന്നായിട്ട് അറിയില്ലേ ബ്രഹ്മകുമാരീസ് ഒരു അവസാനത്തെ വെർഷനാണെന്ന് അറിയില്ലേ? അവിടേക്ക് എത്തെല്ലാം സ്വാമിമാര് വരും. മതാമൃഗങ്ങൾ മേലെടുത്ത് വരില്ലേ? മറ്റേ ഇഷ ഫൗണ്ടേഷൻ വരില്ലേ? വരണ്ടവര് വരില്ലേ? അതാത് ധർമ്മത്തിലുള്ള പല പല ധർമ്മങ്ങളിലുള്ള എന്ന സനാതന ധർമ്മം ആണ് റിയൽ എന്ന് മനസ്സിലാക്കി വരേണ്ടവര് വരില്ലേ? അവര് ക്വസ്റ്റ്യൻ ചെയ്യൂലേ? ഏതേത് ധർമ്മങ്ങളിൽ ഇപ്പൊ ഇരിക്കുന്നുണ്ടോ അവര് കൃത്യമായിട്ട് വരില്ല. അവര് നിങ്ങൾ ചതിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ചതി നിർത്തൂ. നിങ്ങൾ നിങ്ങളുടെ ബ്രഹ്മകുമാരീസിലെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യൂ. ഞാൻ എന്തായാലും ബ്രഹ്മകുമാരീസുമായിട്ട് അവിടുത്തെ സോണലുമായിട്ട് മാത്രമേ വിട്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ പോയി ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പക്ഷെ സൂക്ഷ്മവതനത്തിൽ നിങ്ങൾ ഉത്തരം കൊടുത്താൽ മതി. ഞാൻ എവിടെയാണ് യൂട്യൂബിൽ ഞാൻ ഇവിടെ ഇപ്പോൾ വീട്ടിലുള്ളതായിട്ട് കാണുമെങ്കിൽ എന്നൊന്നും ഇതേപോലെ ഷോ ആയിട്ട് ഞാൻ വരുന്നില്ല. ഇടയ്ക്ക് ഞാനൊന്ന് ഗുപ്തമായിരിക്കാനും പ്രത്യക്ഷമായിരിക്കാനുള്ള സേവനമുണ്ട്, അത് ഞാൻ ചെയ്യും. ഇനി ഞാൻ കുറേയൊക്കെ റെക്കോർഡ് ചെയ്ത് വെക്കും. എന്നിട്ട് ഞാൻ ചില ദിവസങ്ങളിൽ ചെറിയ ചെറിയ കണ്ടന്റുകളായിട്ട് വിടും. അപ്പം നമുക്ക് പിടുത്തം പോലും കിട്ടില്ല ഞാൻ എവിടെയാണുള്ളതെന്ന്. സങ്കല്പം ചെയ്ത് ഈ വീട്ടിലേക്ക് ഇങ്ങനെ സങ്കല്പം ചെയ്തുകൊണ്ടേയിരിക്കും. നെഗറ്റീവ് സങ്കല്പങ്ങൾ ഒരു പരിധിയുണ്ട്. നെഗറ്റീവ് സങ്കല്പങ്ങൾക്കൊരു പരിധിയുണ്ട്. പോസിറ്റീവ് പവർഫുൾ ആയാൽ അതിന്റെ പണി കിട്ടും. ചതിയും നന്മയും തിന്മയും ശ്രദ്ധിക്കണം. നന്മ ചെയ്യുമ്പോൾ തിന്മ ഇല്ലാതാവണമെങ്കിൽ നന്മ ചെയ്തുകൊണ്ടേയിരുന്നാണ്. എവിടെ നന്മ ചെയ്യണം എന്നുള്ള ഒരു വെർഷൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാനത് ചെയ്യും. ഞാനിപ്പോൾ പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെ. ചതി എന്ന് പറയുന്ന സംഭവം ചീത്ത സങ്കല്പം നന്നായിട്ട് ചെയ്യാറുണ്ട് ബ്രഹ്മകുമാരീസിന്. അതുകൊണ്ട് ഇത് ബ്രഹ്മകുമാരീസിന് വേണ്ടിയിട്ടുള്ളത് തന്നെ. പിന്നെ ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കിയാൽ അവരങ്ങനെ ആ രീതിയിൽ മനസ്സിലാക്കി പോട്ടെ. ബ്രഹ്മകുമാരീസിലെ സറണ്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയൊരു എപ്പിസോഡാണ് ഞാൻ ഇന്ന് ഇവിടെ ഇട്ട് ചെയ്തിട്ടുള്ളത്. കാരണം നല്ല ചതി എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം അത്ര നെഗറ്റീവ് സങ്കല്പങ്ങൾ അവിടെ നിന്നും വരുന്നുണ്ട്, ഇവിടെ നിന്നും കിട്ടാ, നമ്മുടെ കുടുംബത്തിൽ നിന്നുണ്ട്. പക്ഷെ ഞാൻ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യും. അത് ഒരാൾക്കും തടസ്സം ചെയ്യാൻ പറ്റില്ല. പിന്നെ ഒരു പരിധിവരെ ഞാനിപ്പോൾ നിൽക്കുന്നത് അത് എൻ്റെ തന്നെ ഉള്ളിലുള്ള കർമ്മങ്ങൾ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മിണ്ടാതിരിക്കും. ചെയ്യാൻ തുടങ്ങിയാലും തുടങ്ങും. എപ്പോഴാന്നൊന്നും ഞാൻ പറയുന്നില്ല, തുടങ്ങിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. എന്നാലും ഇപ്പൊ കുറേ പ്രയാസങ്ങളുണ്ട്, നല്ല പ്രയാസം. ഈ പ്രയാസങ്ങൾ നിങ്ങളും കൂടെ ചേർന്ന് വന്നുള്ള നെഗറ്റീവ് സങ്കല്പത്തിന്റെ അനന്തരഫലം. അത് എത്ര വർഷം എടുക്കുന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ ചെയ്തു. ഞാൻ എൻ്റെതായ മാർഗത്തിൽ നല്ല രീതിയിൽ പോസിറ്റീവ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിപ്പോൾ ഞാൻ കുറച്ചൊന്ന് പോസിറ്റീവ് ചെയ്യുന്നു, ഇനിയും ചെയ്യും. പോസിറ്റീവ് എന്താ, നെഗറ്റീവ് എന്താ, അതെങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതിൻ്റെ ഒരു പഠിപ്പ് നമ്മൾ അവിടെ നിന്ന് തന്നു കഴിഞ്ഞു. നിങ്ങൾ എന്നെ പഠിപ്പിച്ചതിനേക്കാളും നന്നായിട്ട് ഞാൻ അവിടെ നിന്ന് പഠിക്കുകയും ചെയ്തു. അത് ഈ ജന്മത്തിലതല്ല, അതും ആദ്യം മനസ്സിലാക്കുക. ബ്രഹ്മകുമാരീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യം എനിക്ക് ഈ ജന്മത്തിലുള്ളതല്ല, മുജ്ജന്മത്തിൽ. അതൊരു ബ്രഹ്മകുമാരീസ് മാത്രമൊന്നല്ല, നിരവധി ധർമ്മങ്ങളുമായിട്ട് എനിക്ക് ബന്ധമുണ്ട്, നല്ല ബന്ധമുണ്ട്. സ്ഥാപനയ്ക്കും അതുപോലെ പല കാര്യങ്ങളുമായിട്ടും പല ധർമ്മങ്ങളുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ട് ഓരോന്ന് എനിക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കേണ്ട ആവശ്യമില്ല. ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അത് വളരെ വൃത്തിയിൽ വളരെ ക്ലാരിറ്റി ആയിട്ട് മനസ്സിലാവും. എന്ന് കരുതി അവിടെ ഏറ്റവും തമോ പ്രധാനത്തിലിരിക്കുന്ന ഒരു ധർമ്മമാണെങ്കിൽ ഞാൻ അതിനെ തിരുത്താൻ നിൽക്കും. ഇപ്പൊ ബ്രഹ്മകുമാരീസിൽ ഞാൻ വരുമ്പോ തമോ അല്ലായിരുന്നു, രജോ ആയിരുന്നു. ഈ ജന്മത്തിൽ ഞാൻ വരുമ്പോ അവിടെ രജോ ആ അവസ്ഥയിൽ. ഇപ്പൊ തമോ പ്രധാനം കഴിഞ്ഞ് തമോയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അതിന് ഉത്തരവാദിത്വം എനിക്കുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. അതിന്റെ ഉത്തരവാദിത്വം എനിക്കുണ്ട്.
എനിക്കുണ്ട്. ഇത് ഞാനത് ഇനിയിപ്പോൾ അവിടെ വന്ന് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ ഇരുന്നിട്ടും എനിക്ക് ചെയ്യാൻ പറ്റും. നിർവീക്കണം. നിർവീക്കനാക്കാൻ പറഞ്ഞാൽ അതാത് സെന്ററുകൾ, അതാത് നിമിത്താത്മാക്കൾ അവർ ചെയ്യേണ്ട പണി ചെയ്തു. ചെയ്യേണ്ട പണി മാത്രം ചെയ്തു. വേറുള്ളവൻ പുറത്തുനിന്ന് കളിക്കുന്നുണ്ട്. അവന്റെ സങ്കല്പത്തിന് തടസ്സമിടാനായിട്ട് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെ പറയില്ല. ഞാൻ ചെയ്യാറ്, ഞാൻ പാട്ടും പഠിച്ചു ഒരു സംശയമില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാണിംഗ് ആയിട്ട് തന്നെ കൂട്ടിയത്. ബ്രഹ്മകുമാരീസില് മറ്റു ധർമ്മങ്ങളില്, അതായത് സനാതന ധർമ്മത്തിലുള്ളവരും മറ്റു ധർമ്മങ്ങളിലുള്ളവരടക്കമുള്ള 700-800 കോടി ആത്മാക്കൾക്കുള്ള ഒരു വാണിംഗ് ആയിട്ട് കൂട്ടിയത്. ഞാൻ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. അത് എനിക്ക് കുറച്ച് സമയം വേണം. എന്റേതായത് ചെയ്ത് തീർക്കാനുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാനുള്ളത് ഞാൻ കൃത്യമായിട്ട് ചെയ്യും. പട്ടിണി കിടന്നിട്ടാണെങ്കിലും ഞാൻ ചെയ്യാനുള്ള യോഗം ഞാൻ ചെയ്യും. ഒരാൾക്കും തടസ്സപ്പെടുത്താൻ പറ്റില്ല. നന്മ തിന്മ എൻ്റെ ഉള്ളിലുണ്ട്. നന്മ പുറത്തേക്ക് എടുത്ത് വരുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള തിന്മ അവിടെ മിണ്ടാതിരുന്നു. ഇപ്പൊ രണ്ടും ഇട്ട് കളിക്കുകയാണ് എല്ലാവരും. ഞാൻ മാത്രല്ല, ബ്രഹ്മകുമാരീസിലെ സറണ്ടർ ആയിട്ട് വർഷങ്ങളായിട്ടിരിക്കുന്നവരടക്കം അങ്ങോട്ട് അർമാദിക്കാണ് പല സംഭവങ്ങളും വെച്ചിട്ട്. ബാബയുടെ പേര് വെച്ചിട്ട് ഇല്ല പാട്ട് പൊതുജനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് എന്തുണ്ട് എന്നുള്ളത് പൊതുജനങ്ങൾക്ക് ഇച്ചിരി ബുദ്ധി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത്രയും സഹകരിക്കുന്നത്. ആ ബുദ്ധി അവർക്ക് വന്നു കഴിഞ്ഞാൽ അവർ ചോദ്യം ചെയ്യേണ്ടവർ ചെയ്യും. പല സ്ഥലങ്ങളിലും സേവനം നടക്കാൻ വേണ്ടി വിചാരിക്കും, ഇല്ലാതെ പോണില്ലേ വികല്പങ്ങൾ. അപ്പൊ അങ്ങോട്ടൊക്കെ നമ്മൾ ഓരോ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ നന്നായി ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. കർമ്മമാണ്. പിന്നെ ഡ്രാമയിൽ ഇതൊക്കെ ഉള്ളതാട്ടാ. ഇതെല്ലാം ഡ്രാമയിലുള്ളത്. ഇത് ഡ്രാമയിലുള്ളതാണ്. എൻ്റെ കർമ്മം ഞാൻ ചെയ്യുക, നിങ്ങളുടെ കർമ്മം നിങ്ങൾ ചെയ്യുക. എന്നെങ്ങനെ ആക്കിയതിൽ നിങ്ങളെല്ലാം ഉത്തരവാദികൾ. ഇത് ഡ്രാമയാണ്. ഇതിന് മംഗളുണ്ട്, എല്ലാത്തിലും മംഗളുണ്ട്.